നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം. 2000 കോടി രൂപ ആസ്തിയുള്ള അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് JLP അവകാശപ്പെടുത്തൽ കോൺഗ്രസ് പാർലമെന്ററി സെക്രട്ടറി ചെയർപേഴ്സൺ സോണിയാഗാന്ധിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയും ഗൂഢാലോചന നടത്തിയതായി പ്രത്യേക CBI കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അതായത് ED. കോൺഗ്രസ് പാർട്ടിയുടെ താൽപര്യപ്രകാരമാണിതെന്നും EDക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ V. രാജു നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിന്റെ വാദക്കേൾക്കലിനിടെ പറഞ്ഞു. പ്രത്യേക CBI ജഡ്ജി വിശാൽ യോഗ്നയാണ് കേസ് പരിഗണിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ച നാഷണൽ ഹെറാൾഡ് പത്രം പ്രസിദ്ധീകരിക്കുന്നത് AJL ആയിരുന്നു. കോൺഗ്രസിൽ നിന്നെടുത്ത 90 കോടി രൂപയുടെ വായ്പയ്ക്കായി 2000 കോടി രൂപയുടെ ആസ്തികൾ വകമാറ്റുന്നതിനായി സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും 76% ഓഹരി ഉടമസ്ഥയിലുള്ള യാങ് ഇന്ത്യ ട്രസ്റ്റ് രൂപീകരിക്കാൻ ഗൂഢാലോചന നടത്തിയതായി V. രാജു വാദിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ നിർദ്ദേശപ്രകാരം പരസ്യ ഇനത്തിൽ ലഭിച്ച പണം പോലും AJLന് കൈമാറിയതായാണ് ആരോപണം. മെയ് 21 നടത്തിയ വാദക്കേൾക്കലിൽ കേസുമായി ബന്ധപ്പെട്ട് 142 കോടി രൂപയുടെ വരുമാനം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നേടിയതായും ED കോടതിയിൽ പറഞ്ഞു. അനധികൃതമായി നേടിയ വരുമാനം 988 കോടി രൂപയുടേതാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. നാഷണൽ ഹെറാൾഡിന്റെ യഥാർത്ഥ പ്രസാധകരായ അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് അതായത് AJL ഉൾപ്പെടുന്ന പൊതു ട്രസ്റ്റുകളെ വ്യക്തിഗത സ്വത്തുക്കളാക്കി മാറ്റിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വം ദുരുപയോഗം ചെയ്തുവെന്ന് കുറ്റപത്രത്തിലുണ്ട്. ജവഹർലാൽ നെഹ്റുവും മറ്റു പ്രമുഖ നേതാക്കളും ചേർന്ന് 1938 സ്ഥാപിച്ച നാഷണൽ ഹെറാൾഡ് പത്രത്തിന് പുറമെ AJL ഹിന്ദിയിലും ഉറുദുവിലും പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. കടബാധ്യത 90 കോടി രൂപ കടന്നപ്പോൾ 2008 പത്രം നിർത്തി. BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി 2012 വിചാരണ കോടതിയിൽ പരാതി നൽകിയതോടെയാണ് നാഷണൽ ഹെറാൾഡ് കേസ് ഉടലെടുക്കുന്നത്. 2023 നവംബറിൽ ED 661 കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുക്കളും 90.2 കോടി രൂപയുടെ AJL ഓഹരികളും കണ്ടുകെട്ടി. ഇന്ത്യയെ രക്ഷിക്കുന്നവർ, ഇന്ത്യക്ക് വേണ്ടി കാവൽ നിൽക്കുന്നവർ, നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരിക്കേണ്ടവർ, ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകും? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.